പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയപ്പെട്ട സി.ജി. തോമസ് അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഇടയിൽ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ചുരുങ്ങിയ സമയത്തെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 52-ാം വാക്യം. യേശു അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, 50 നോമ്പിൽ ഇന്ന് 36-ാം ദിവസമാകുന്നുവല്ലോ. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ കൃപ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ കൂടിയവരെല്ലാം അവിടുത്തെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. അച്ഛനെ കുടുംബമായിട്ട് അവിടുത്തെ സന്നിധി സമർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ ഈ പ്രദേശത്ത് ചെയ്യപ്പെട്ട ശുശ്രൂഷ ഏറ്റവും ഫലകരമായി അനുഗ്രഹമാക്കി തീർത്തതോർത്ത് സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിക്കണേ. മക്കളെ 2 പേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുന്ന സമയത്തൊക്കെ കർത്താവ് കൂടെ ഇരിക്കണമേ. തലവണങ്ങിയിരിക്കുന്ന എല്ലാ മക്കൾക്കായിട്ട് സ്തോത്രം. ഇന്ന് ഒരുമിച്ചുള്ള ഞങ്ങളുടെ ഈ കൂടിയവരുടെ ധ്യാനം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഫലകരമായ ജീവിതത്തിൻ്റെ ഉടമകളായി ഞങ്ങളെ തീർക്കണമേ. സാന്നിധ്യം കൂടെ ഇരിക്കണേ. ഇത്രത്തോളം സഹായിച്ചതിനാ സ്തോത്രം. നോമ്പിൻ്റെ ആരാധനയും പ്രാർത്ഥനയൊക്കെ കൂടുതലായി ദൈവത്തോട് അടുത്ത് വരുന്നതിന്, ജീവിതാന്ത്യം വരെ അവിടുത്തെ വിശ്വസ്ത സാക്ഷികളായിരിക്കുന്നതിന്, എപ്പോഴും കർത്താവിലായിരിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന അനുഭവമാക്കി തീർക്കണമേ. ഇത്രത്തോളം സഹായിച്ചതിനാ സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കുറച്ച് സമയം മുമ്പേ ബഹുമാനപ്പെട്ട അച്ഛന് എന്നെ വിളിക്കുകയും ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പറയുകയും, ജോയല് വിദേശത്തേക്ക് CCയുടെ ഇന്ത്യൻ അതിനുവേണ്ടി പോകുന്നു. അതിനുവേണ്ടിയാണ് ഈ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുകയുണ്ടായി. എന്നാൽ എനിക്ക് 6 മണിക്ക് പള്ളിയിൽ സന്ധ്യാനമസ്കാരമാണ്. ഞാൻ പറഞ്ഞു 6 മണിക്ക് സന്ധ്യാനമസ്കാരം ഉള്ളതുകൊണ്ട് എനിക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു 6 മണിക്ക് അവിടെ സന്ധ്യാനമസ്കാരത്തിന് ചെല്ലത്തക്ക രീതിയിൽ എന്നെ വിടാം, അതിനുള്ള ക്രമീകരണം ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുകയുണ്ടായി. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുവാനായിട്ട് ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ജോയലിന് ലഭിച്ച പുതിയ അസൈൻമെൻറ്റ്, അവിടേക്കുള്ള യാത്രയെ ദൈവം കൂടെ ഇരിക്കട്ടെ. അവിടെ ചിലവഴിക്കുന്നതായിട്ടുള്ള 1 വർഷം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. 50 നോയമ്പിൻ്റെ ദിവസങ്ങളാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. 50 നോയമ്പിൽ ഇന്ന് 36-ാമത്തെ ദിവസം. അതുകൊണ്ട് ഈ ദിവസം അറിയപ്പെടുന്ന 36-ാം ഞായർ എന്നുള്ളതാണ്. ഹോശാനയ്ക്ക് തൊട്ട് മുമ്പുള്ള 50 നോയമ്പിൻ്റെ ഞായറാഴ്ചകളിൽ യേശു ക്രിസ്തു ചെയ്ത ഓരോ അത്ഭുതമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ അത്ഭുതങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് അതിനകത്ത് യേശു ക്രിസ്തു തന്നെ മുൻകൈ എടുത്ത് അത്ഭുതം നൽകുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കൂനിയായ സ്ത്രീയെ ആരാധനയിൽ അവിടെ നിന്ന് കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിച്ച് സൗഖ്യം നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 50 നോയമ്പിൻ്റെ ആദ്യ ഞായറാഴ്ചയിലെ കാനാവിലെ വിവാഹത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയ അത്ഭുതമാണ് നമ്മൾ ധ്യാനിച്ചത്. അവിടെ കർത്താവിൻ്റെ അമ്മയാണ് അവിടെ ആ അത്ഭുതം നടക്കുന്നതിന് മുൻകൈ എടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ കുഷ്ഠരോഗിയാണ് അതിന് മുൻകൈ എടുക്കുന്നത്. എന്നാൽ ആത്മാർത്ഥതയോടെ കർത്താവിനെ സമീപിച്ച, കർത്താവിൽ വിശ്വസിച്ച എല്ലാവർക്കും കർത്താവ് സൗഖ്യം നൽകുന്നു. അവരുടെ ജീവിതം അനുഗ്രഹമായി തീരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. ഇന്ന് സഭയായിട്ട് നമ്മൾ ധ്യാനിച്ചത് കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയിൽ. ധാരാളം പ്രാവശ്യം യേശു ക്രിസ്തു യെരുശലേമിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവ് അവിടെ ക്രൂസിൽ മരിക്കുവാനായിട്ടാണ് പോകുന്നത്. അതാണ് ഈ യാത്രയുടെ പ്രത്യേകത. എരിഹോവിലൂടെ കർത്താവ് പോകുമ്പോൾ എരിഹോവിൽ വെച്ച് കണ്ടുമുട്ടിയതായിട്ടുള്ള
അന്ധനായിട്ടുള്ള ബർത്തിമായിക്ക് കർത്താവായ യേശു ക്രിസ്തു സൗഖ്യം നൽകുന്ന ആ അത്ഭുതമാണ് ഇന്ന് സഭയായിട്ട് നമ്മൾ ഓരോരുത്തരും ധ്യാനിച്ചത്. എരിഹോ എന്ന് പറയുന്നത് അതിപുരാതനമായിട്ടുള്ള ഒരു പട്ടണമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് അനേകം മീറ്ററുകൾ താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. ഈന്തപ്പനയുടെ പട്ടണമെന്ന് അതിനെ അറിയപ്പെടും. അതുകൂടാതെ മൂൺ സിറ്റി എന്നും ഈ എരിഹോവിന് ഒരു പേരുണ്ടെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ പട്ടണവുമായിട്ട് ബന്ധപ്പെട്ട് വേദപുസ്തകവും ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലെ 40 വർഷത്തെ യാത്രയ്ക്ക് ശേഷം അവരെ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ പട്ടണം പിടിച്ചടക്കിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് യോശുവയുടെ നേതൃത്വത്തിൽ ഈ പട്ടണം എങ്ങനെയാണ് പിടിച്ചടക്കുന്നതെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. കാരണം വലിയ കോട്ടയുണ്ട്, കോട്ടയിൽ പട്ടാളക്കാര് കാവൽ നിൽപ്പുണ്ട്, വലിയ പ്രയാസമാണ് അത് പിടിച്ചെടുക്കാൻ. എന്നാൽ അതുവരെയും അത്ഭുതകരമായിട്ട് ദൈവം അവരെ നടത്തി. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ അവർ വിശ്വസിച്ചു. യോശുവ ഈ വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, 7 പ്രാവശ്യം കോട്ടയെ വലം ചെയ്യണം, കാഹളമൂതണം. നമുക്കറിയാം, 7-ാം പ്രാവശ്യം കാഹളമൂതിയപ്പോൾ ആ കോട്ടകളെല്ലാം തകർന്നു. അവർ ആ പട്ടണം പിടിച്ചു. മുൻപോട്ടുള്ള അവരുടെ യാത്ര സുഗമമാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ രാഹാബ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പാപജീവിതം നയിച്ചിരുന്നതായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ താമസിച്ചിരുന്നു. ആ സ്ത്രീ ഒറ്റുകാരായ ഇസ്രായേൽ മക്കളെ അത്ഭുതകരമായിട്ട് രക്ഷിക്കുന്നുണ്ട്. അവരവിടെ ആ കോട്ട പിടിച്ചടക്കിയതായിട്ടുള്ള സമയത്ത് അവർക്ക്, ഇസ്രായേൽ മക്കൾക്ക്, ആ ഒറ്റുകാർക്ക് അവർ ചെയ്തതായിട്ടുള്ള വലിയ സഹായം, അതുകൊണ്ട് അവരെ അത്ഭുതകരമായിട്ട് ദൈവം രക്ഷിക്കുന്നുണ്ട്. പിന്നെ കർത്താവിൻ്റെ വല്യമ്മച്ചിയുടെ ആ ഗണത്തിലേക്ക് രാഹാബ് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ എരിഹോവിൽ വെച്ചാണ്. അങ്ങനെ ഈ എരിഹോവ് പട്ടണം വേദപുസ്തകപരമായിട്ട്, വിശ്വാസപരമായിട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള ഒരു പട്ടണമാണ്. അതോടൊപ്പം തന്നെ ഈ പട്ടണത്തെ യോശുവ ശപിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പട്ടണമെല്ലാം തകർത്തതിന് ശേഷം പറയുന്നുണ്ട്, ആരിതിൻ്റെ പണി ആരംഭിച്ചാലും അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾ മരിക്കുമെന്നുള്ള ഒരു ശാപമുണ്ടായിരുന്നു. അത് പണിയാനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള രാജാവിൻ്റെ മക്കള് മരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വേദപുസ്തകപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ളതായിട്ടുള്ള ഒരു പട്ടണമാണ് യെരിഹോ. അവിടെയാണ് ഈ ബർത്തിമായിക്ക് കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയിൽ ബർത്തിമായിയെ കണ്ടുമുട്ടുകയും അത്ഭുത വിടുതൽ, അല്ലെങ്കിൽ അന്ധനായിരുന്ന തനിക്ക് കാഴ്ച കർത്താവ് നൽകുന്ന ആ വലിയ അത്ഭുതം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബർത്തിമായിക്ക് ഈ സൗഖ്യം ലഭിക്കുന്നതിന്, ബർത്തിമായിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് 2-3 കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന്, ഈ ബർത്തിമായി യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, യഹൂദന്മാർ ചെയ്യാത്ത ഒരു കാര്യമാണ് ആര് ചെയ്തത്? ഈ ബർത്തിമായി ചെയ്തത്. യഹൂദന്മാർ യേശു ക്രിസ്തു ആരാണെന്നാണ് പറയുന്നത്? അവർ പറയുന്നു, നീ ഒരു തച്ചനാണ്, നീ മറിയയുടെ മകനാണ്, നീ ജോസഫിൻ്റെ മകനാണ്. കർത്താവിൻ്റെ സഹോദരന്മാരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, യാക്കോബ്, യോസെ, യൂദ, ശിമിയോൻ, നീ അവരുടെ സഹോദരനല്ലയോ? നിന്റെ സഹോദരിമാരും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ. നീ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത് പൈശാചിക ശക്തിയിലാണ്. ആ രീതിയിലാണ് കർത്താവിനെ യഹൂദജനം, ആ മതം കണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ബർത്തിമായി പറയുന്നത് എന്തുവാ? യേശുവേ, ദാവീദ് പുത്ര, കരുണ തോന്നണമേ. കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനായി വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തതാണ്
തനിക്ക് അനുഗ്രഹം ലഭിക്കാനായിട്ട്, കാഴ്ച ലഭിക്കാനായിട്ട് മുഖാന്തരമായി തീർന്നതായിട്ടുള്ള ഒരു കാരണം. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ഈ ബർത്തിമായി ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിലാണ്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നുന്നു. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ആരെയും ദൈവം ഒരിക്കലും കൈവിടുകയില്ല. കർത്താവിൻ്റെ കരുണയിലുള്ള ആശ്രയമാണ് എപ്പോഴും നമുക്ക് ആവശ്യം. മൂന്നാമത് നമ്മളിവിടെ നോക്കുന്നതായിട്ടുള്ള സമയത്ത് പ്രതിസന്ധിയിൽ പതറിപ്പോകാത്തതായിട്ടുള്ള ബർത്തിമേയാണ് കാണാനായിട്ട് സാധിക്കും. ഈ വലിയ ശബ്ദം കേട്ടതായിട്ടുള്ള സമയത്ത് ബർത്തിമായി ചോദിക്കുന്നു, എന്താണ് സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, യേശു ഇതുവഴി വരുന്നുണ്ട്. അപ്പോൾ ബർത്തിമായി ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, കരുണ തോന്നണമെന്ന് ഉച്ചത്തിൽ നിലവിളിക്കും. പക്ഷെ ജനങ്ങൾ അവനെ അടിച്ചമർത്താനായിട്ട്, അവൻ്റെ ശബ്ദം ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്രമാത്രം ബർത്തിമായുടെ ശബ്ദം അടിച്ചമർത്താനായിട്ട് അവർ ശ്രമിക്കുന്നുവോ അത്ര ഉച്ചത്തിൽ ബർത്തിമായി കർത്താവിനെ വിളിക്കുകയാണ്, എന്നോട് കരുണ തോന്നണമേ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുകയാണ്. കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൻ്റെ കരുണയിൽ സമർപ്പിക്കുന്ന ബർത്തിമായിയാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രതിസന്ധി തന്നെ ഈ പ്രാർത്ഥനയിൽ നിന്ന്, ഈ നിലവിളിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. നമുക്ക് കർത്താവ് ബർത്തിമായി അന്ധനായതുകൊണ്ട് കർത്താവ് എവിടെ ഇപ്പോൾ ആയിരിക്കുന്നു എന്നുള്ളത് ബർത്തിമായിക്ക് അറിയത്തില്ല. എന്നാൽ ബർത്തിമായി എവിടാണെന്നുള്ളത് ആർക്കറിയാം? കർത്താവിന് അറിയാം. നമുക്കറിയാം, കർത്താവിൻ്റെ ജീവിതത്തിൽ ഒന്നും യാദൃശ്ചികമായിട്ടില്ല. കർത്താവിന് അറിയാമായിരുന്നു ബർത്തിമായി അവിടെ ഇരിപ്പുണ്ട്, ബർത്തിമായി കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുമെന്നും ബർത്തിമായിക്ക് സൗഖ്യം ലഭിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ആർക്കറിയാമായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാമായിരുന്നു. അപ്പോൾ പ്രതിബന്ധങ്ങളിൽ ഒരിക്കലും നമ്മൾ പതറിപ്പോകരുത്. നമുക്ക് ആരുണ്ട്? കർത്താവാണ്. കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിച്ചാൽ കർത്താവ് നമ്മളെ വിടുവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ കർത്താവിനെ നമ്മൾ രക്ഷിതാവായിട്ട് നമ്മൾ അംഗീകരിച്ച് വിശ്വസിച്ച് സമർപ്പിക്കുമ്പോൾ ആ വിശ്വാസവും നമ്മുടെ സമർപ്പണവും കർത്താവിൻ്റെ കരുണയിലുള്ള ആശ്രയവും നമുക്ക് തീർച്ചയായിട്ടും അത് അനുഗ്രഹമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കർത്താവിലാണ് ആശ്രയിക്കേണ്ടത്. മനുഷ്യരിൽ ഒരിക്കലും നമ്മൾ ആശ്രയിക്കാൻ പാടില്ല. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാകുന്നുവെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാനൊരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു ഭക്തനായിട്ടുള്ള മനുഷ്യൻ ഒരു റബ്ബറും തോട്ടത്തിലൂടെ പോയതായിട്ടുള്ള സമയത്ത് ഒരു പൊട്ടക്കിണറ്റിൽ വീഴും. എന്നാൽ അദ്ദേഹം താഴേക്ക് ചെല്ലുന്നില്ല. അതിന് മുമ്പേ ഒരു മരത്തിൻ്റെ വേരിൽ പിടികിട്ടി. അദ്ദേഹം അവിടെ പിടിച്ച് കിടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് മുകളിലോട്ട് നോക്കി വിളിക്കുകയാണ്, മുകളിൽ ആരെങ്കിലും നിൽപ്പുണ്ടോ എന്നെ സഹായിക്കാനായിട്ട്? അവിടെ കിടന്ന് അദ്ദേഹം നിലവിളിക്കുക. പക്ഷെ ആരും വന്നില്ല. പിന്നീട് അദ്ദേഹം ദൈവത്തെയാണ് വിളിക്കുന്നത്. ദൈവമേ, ഞാൻ നിൻ്റെ ഭക്തനാണല്ലോ, നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചല്ലോ, നിനക്ക് വേണ്ടി ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തല്ലോ, എന്നെ സഹായിക്കണമേ എന്ന് നിലവിളിച്ചപ്പോൾ ദൈവം ആ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് നിന്നെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ആ പിടിയിൽ നിന്ന് നീ വിടണം. എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ ഈ മനുഷ്യൻ എന്നെ തയ്യാറല്ല. കാരണം ആ മനുഷ്യന് സംശയമാണ്, അവിടുന്ന് പിടിവിട്ടാൽ ദൈവം രക്ഷിക്കുമോ എന്നുള്ള ഭീതിയാണ് ആ മനുഷ്യൻ. നമുക്കറിയാം, ഇന്ന് അനേകരുടെ വിശ്വാസം ഇതുപോലെയാണ്. ആ കഥയിൽ പറയുന്നത്, ആ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. അപ്പോൾ ഭക്തരായിരിക്കാം, പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ആരിലാണ് ആശ്രയിക്കുന്നത്? പ്രതിബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടാം. എന്നാൽ കർത്താവിലുള്ള ആശ്രയം, കർത്താവിനോടൊത്തുള്ള യാത്ര ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുവാനായിട്ട് പാടില്ല. മുറുകെ പിടിക്കുക. ഈ കർത്താവിൽ നമ്മൾ ശക്തമായിട്ട് മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ കർത്താവ് അവിടെ നിൽക്കുകയാണ്. ബർത്തിമായുടെ നിലവിളി
കർത്താവ് കേൾക്കുകയും കർത്താവ് അവിടെ നിന്നു എന്നാണ് പറയുന്നത്. നിന്നിട്ട് എന്ത് പറഞ്ഞു? അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. അവരോട് ചെന്ന് പറയുന്നു, കർത്താവ് നിന്നെ വിളിക്കുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ്റെ പുതപ്പ് ഉപേക്ഷിക്കുന്നു. നമുക്കറിയാം, പുതപ്പ് മാത്രമല്ല, അവൻ ആശ്രയമായിട്ടൊരു പുതപ്പുണ്ട്, ഒരു വടിയുണ്ട്, ഭിക്ഷപാത്രമുണ്ട്, അതിനകത്തുള്ള നാണയങ്ങൾ ഉണ്ട്. അവൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ആരുടെ അടുത്തേക്ക് വരുവാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. അവന് ഇരിക്കുന്നതിനൊരു പ്രത്യേക ഇവിടം ഉണ്ടായിരുന്നു. അതിൽ ആ ഇരിപ്പിനൊരു സുഖമുണ്ട്. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം നമ്മൾ ഉപേക്ഷിക്കേണ്ടതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് അനേകർക്കും കർത്താവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കാതിരിക്കുന്നത് ഇതുപോലുള്ള ചില കാര്യങ്ങളിൽ, പുതപ്പ്, ഭിക്ഷപാത്രം, വടി, നാണയത്തുട്ടുകൾ, ഇതിലൊക്കെ കണ്ണും നട്ട് ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ടാണ് കർത്താവിലേക്ക് വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കാതെ പലർക്കും പോകുന്നതിൻ്റെ യാഥാർത്ഥ്യം ഇതാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ നോമ്പും നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും എല്ലാം എന്തിനെയാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്? അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ വരുന്നതിന് എന്തെല്ലാമാണ് നമുക്ക് പ്രതിബന്ധങ്ങളായിട്ട് നിൽക്കുന്നത്, തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്? അതിനെയൊക്കെ ഒന്ന് തിരിച്ചറിയുവാൻ, ഒന്ന് കണ്ടെത്തുവാൻ, അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് നമ്മെ ഒരുക്കുന്നതായിട്ടുള്ള അനുഭവമാണ് നോമ്പിൻ്റെ പ്രാർത്ഥനയും ധ്യാനവും ആരാധനയും എന്ന് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പോൾ പറയുന്നത്, റബ്ബോനി, എനിക്ക് കാഴ്ച വേണം. അപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് ബർത്തിമായിക്ക് കാഴ്ച കൊടുത്തു. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത്, ഒന്നാമത് അവിടെ സംഭവിക്കുന്നത്, ബർത്തിമായി ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരികയാണ്. എൻ്റെ ജീവിതം അന്ധകാരപൂർണമായിരുന്നു. എവിടെ നോക്കിയാലും എന്തേ ഉള്ളൂ? ഇരുട്ടേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രകാശം തന്നിലേക്ക് വരുന്നുള്ള കാഴ്ച തന്നിലേക്ക് വന്നപ്പോൾ പിന്നെ ബർത്തിമായി, അതിനു മുമ്പേ എല്ലാം ഇരുട്ടിലൂടെ മാത്രമായിരുന്ന അനുഭവം ഇപ്പോൾ കർത്താവിലൂടെ ലോകത്തെ കാണുകയാണ്. ലോകത്തെയും ലോകത്തിലുള്ള എല്ലാറ്റിനെയും ബർത്തിമായി കാണുകയാണ്. നമ്മൾ നോക്കുമ്പോൾ കണ്ണ് തുറന്നപ്പോൾ ആരെയാണ് കാണുന്നത്? കർത്താവിനെയാണ് കാണുന്നത്. അപ്പോൾ കണ്ണ് തുറക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും കർത്താവിൻ്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നെങ്കിൽ ആ വ്യക്തിയാണ് ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും ആരുടെ രൂപമായിരിക്കണം നമ്മുടെ മുമ്പിൽ? കർത്താവിൻ്റെ രൂപമായിരിക്കണം. ഈ കർത്താവിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഉള്ള ആളാണ് യഥാർത്ഥ കാഴ്ച പ്രാപിച്ച വ്യക്തി, അല്ലെങ്കിൽ ഒരു ഭക്തൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബർത്തിമായി, നമുക്കറിയാം, ഇരുളെന്ന് പറയുന്ന വേദപുസ്തകത്തിൽ പാപത്തെയാണ് പറയുന്നത്. പാപം, നമ്മളിലുള്ള പാപം മാറിക്കഴിയുമ്പോഴാണ്, മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് പ്രകാശത്തിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരാകും. കർത്താവിനെ അനുഗമിക്കുന്നവരാണ് പ്രകാശം ഉള്ളവരായി മാറുന്നത്. അതോടൊപ്പം തന്നെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എങ്ങനെയാണ് നമ്മൾ വെളിച്ചമായി തീരുന്നത്? നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പം നോമ്പിൻ്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി നന്മ ചെയ്യുവാനായിട്ട് നമ്മളെ സമർപ്പിക്കുന്നതായിട്ടുള്ള സന്ദർഭമാണ്. അതിൽ തന്നെ നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കുവാൻ, മറ്റുള്ളവരെ കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മെ സമർപ്പിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് നോമ്പിൻ്റെ ദിനം. അപ്പോൾ ബർത്തിമായി ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരെ. രണ്ടാമത് നമ്മൾ കാണുന്നത്
വഴിയരികിൽ നിന്ന് വഴിമധ്യത്തിലേക്ക് ബർത്തിമായി വരുന്നു. അവരെല്ലാവരും കൂടെ കൊണ്ട് ബർത്തിമായിയെ കോർണർ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ മനുഷ്യനെ കൊണ്ട് ആർക്കും ഒരു ഗുണമില്ല, ആർക്കും ഒരു പ്രയോജനവുമില്ലാത്തതായിട്ടുള്ള ഒരു മനുഷ്യൻ, അവനെ കൊണ്ട് ഒരു കോർണറിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്നാണ് കർത്താവ് ബർത്തിമായി എവിടേക്ക് കൊണ്ടുവരുന്നു? വഴിയരികിൽ നിന്ന് വഴിമധ്യത്തിലേക്ക് കൊണ്ടുവരും. ഈ വഴിമധ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, ഇപ്പം ഇലക്ഷൻ വരികയാണ്, ഏപ്രിൽ 9 റോഡ് ഷോ ഉണ്ട് അല്ലേ? റോഡ് ഷോ ഉണ്ട്. ഇത് ഏതുവഴിയാണ് പോകുന്നത്? ഈ റോഡ് ഷോയ്ക്ക് റോഡിൻ്റെ സൈഡിൽ കൂടെ ആണോ പോകുന്നത്? അല്ല, അതിൻ്റെ കാൻഡിഡേറ്റ് അദ്ദേഹത്തോടൊപ്പമുള്ള അനുയായികൾ തുറന്ന വാഹനത്തിൽ റോഡിൻ്റെ മധ്യത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ വഴിയരികിൽ നിന്ന് വഴിമധ്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം ആരിലേക്ക് മാറും? ആ വഴിമധ്യത്തിൽ ഉള്ള ആളിലേക്ക് മാറും. അതുകൊണ്ട് ആരോരും ശ്രദ്ധിക്കാതിരുന്നതായിട്ടുള്ള ബർത്തിമായിയെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാക്കി കർത്താവായ യേശു ക്രിസ്തു മാറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കർത്താവ് ബർത്തിമായിയെ കൊണ്ടുവരുന്നു. വഴിയരികിൽ നിന്ന് വഴിമധ്യത്തിലേക്ക് ബർത്തിമായിയെ കൊണ്ടുവരുന്നു. പിന്നെ നമ്മൾ കാണുമ്പോൾ ഒറ്റപ്പെടലിൽ നിന്നും ഏകാന്തതയിൽ നിന്നും സഹിത്വത്തിലേക്ക് കർത്താവ് ബർത്തിമായിയെ കൊണ്ടുവരും. ഒരു ഒറ്റപ്പെടലിൻ്റെ ജീവിതം നയിച്ചിരുന്നതാണ് ബർത്തിമായി. എല്ലാവരാലും തള്ളപ്പെട്ടതായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ഏകാന്തത നയിച്ചിരുന്നതായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വഴിമധ്യത്തിലേക്ക് വന്ന് എല്ലാവരാലായിട്ടും സഹിത്വം കർത്താവ് ഒരുക്കി കൊടുക്കുകയും അതിനെല്ലാം ഉപരി കർത്താവിൻ്റെ ഒരു സഖിയായിട്ട് ആർ മാറുകയാണ്? ബർത്തിമായി മാറുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആദ്യം കണ്ടു. ഈ കർത്താവിനെ ദൈവത്തിൻ്റെ പുത്രനായി ബർത്തിമായി സ്വീകരിക്കുന്ന ജീവിതത്തിൽ അംഗീകരിക്കുകയാണ്, വിശ്വസിച്ച് അംഗീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചതിലൂടെ ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. ഏത് പ്രതിബന്ധം വന്നാലും അതൊരിക്കലും കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് നമ്മൾക്ക് തടസ്സമാകരുത്. ആ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് കർത്താവിലേക്ക് ചെന്നതിലൂടെയാണ് ഈ അനുഗ്രഹം ഉണ്ടാകുന്നത്. നാലാമത് നമ്മൾ നോക്കുമ്പോൾ പരാശ്രയത്തിൽ നിന്ന് കർത്താവിലേക്കുള്ള ആശ്രയത്തിലേക്ക് വരുന്ന ബർത്തിമായിയാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുവരെയും മറ്റൊരാളെ ആശ്രയം, എന്ത് ചെയ്യണമെങ്കിലും എങ്ങോട്ട് നീങ്ങണമെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ ആശ്രയം വേണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ബർത്തിമായിയെ ആ അവസ്ഥയിൽ നിന്ന് ദൈവം മാറ്റി ബർത്തിമായി ഇപ്പോൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. കർത്താവിലുള്ള ആശ്രയത്തിലൂടെ മുൻപോട്ട് കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണാൻ സാധിക്കുന്നത് കർത്താവിലൂടെ ഒരു പുതുജീവൻ അനുഭവമാക്കി തീർക്കുന്നതായുള്ള ബർത്തിമായ. നോയമ്പിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നോയമ്പിൻ്റെ ഒരു മുദ്രാവാക്യമായിട്ട് നമുക്കിത് വേണേൽ പറയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നോയമ്പിൻ്റെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, രുചി വെടിയുക, രുചി പകരുക. രുചി വെടിയുക, രുചി പകരുക. എന്നാൽ ഇത് നോയമ്പിൻ്റെ മറ്റൊരു മുദ്രാവാക്യമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുവിലൂടെ പുതുജീവൻ, യേശു ക്രിസ്തുവിലൂടെ പുതുജീവൻ. നോയമ്പിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതാണ്. യേശു ക്രിസ്തുവിലൂടെ നമ്മളെല്ലാവരും പുതുജീവൻ്റെ അനുഭവക്കാരായി തീരും. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിട്ട് തീർന്നു കഴിഞ്ഞാൽ ഒരു ക്രിസ്തുവിലൂടെ ഒരു പുതുജീവൻ്റെ അനുഭവത്തിലേക്ക് ബർത്തിമായി വരികയാണ്. നമുക്കറിയാം, കർത്താവ് അവിടുന്ന് യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേമിൽ ചെന്ന സമയത്ത് എല്ലാവരും എന്താ വിളിക്കുന്നത്? ഹോസൻ. ആ വാക്കിൻ്റെ അർത്ഥം, ഇപ്പം നമ്മൾ അടുത്ത ഞായറാഴ്ച ഹോസൻ ഞായറാഴ്ച, ആ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പോൾ രക്ഷിക്കാം, ഇപ്പോൾ രക്ഷിക്കാം. എന്നാൽ ഈ ബർത്തിമായി എന്തോ വിളിച്ചു പറയുന്നത് അറിയാമോ? യേശു രക്ഷകനാണ്. എല്ലാവരും ഇപ്പോൾ രക്ഷിക്കാമെന്ന് പറയുന്ന സമയത്ത് വിളിക്കുമ്പോൾ ബർത്തിമായി എന്ത് പറയുന്നു? യേശു രക്ഷകനാണ്. കാരണം ഈ കർത്താവിനെ തൻ്റെ രക്ഷകനായി ജീവിതത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. അത് സാക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങളെ രക്ഷിക്കണമെന്നല്ല ബർത്തിമായി പറയുന്നത്, മറിച്ച് യേശു രക്ഷകനാണ്. ഇത് നമ്മൾ ലോകത്തിലോട് വിളിച്ചു പറയാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് സഭ, അല്ലെങ്കിൽ ഈ വിശ്വാസ സമൂഹം. യേശു
ലോകത്തിൻ്റെ രക്ഷകനാണ്. ഇത് പറയുവാനായിട്ട് സാധിക്കും. ഇത് വിളിച്ചു പറയുവാൻ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ബലവും ശക്തിയും വേണം. അത് നമുക്ക് പരിശുദ്ധാത്മാവാണ് തരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ബലപ്പെട്ട് ശക്തിപ്പെട്ട് ഇത് ലോകത്തോട് വിളിച്ചു പറയുവാൻ നമ്മെ തന്നെ ശക്തീകരിക്കുന്ന ഒരുക്കുന്ന അനുഭവമാണ് നോമ്പിൻ്റെ ദിനങ്ങളും നോമ്പിൻ്റെ പ്രാർത്ഥനയും നോമ്പിൻ്റെ ആരാധനയും. വിശുദ്ധ കുർബാനയുള്ള ഒരു ഞായറാഴ്ച എത്ര പ്രാവശ്യം ബർത്തിമായുടെ പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട്? ഒരു 28-30 പ്രാവശ്യം ചൊല്ലും ഇല്ലേ? എന്തുവാ ബർത്തിമായുടെ പ്രാർത്ഥന? കുറിയേലായിസോ. ആ ബർത്തിമായുടെ നിലവിളിയിൽ നിന്നാണ് ആ പ്രാർത്ഥന നമ്മുടെ ആരാധന ക്രമത്തിൽ വന്നത്. യേശുവേ ദാവീദ് പുത്ര കരുണ തോന്ന്. അപ്പം നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ആരാധനയിൽ സംബന്ധിച്ച് നമ്മൾ ഇതൊക്കെ ആരാധനക്രമം വെച്ച് ചൊല്ലാനായിട്ട് തുടങ്ങിയ കാലം മുതൽ നമ്മുടെ ഇന്ന് വരെയുള്ള എത്ര വർഷം നമ്മൾ ജീവിച്ചു. എന്നിട്ട് ഒരു വർഷം എത്ര ഞായറാഴ്ചയുണ്ട്, അത് നമ്മൾ കൂട്ടിയിട്ട് ഇതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം നമ്മളിപ്പോൾ ഈ ബർത്തിമായുടെ പ്രാർത്ഥന ചൊല്ലി. നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, വീട്ടിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ എന്തെങ്കിലും ജീവിതത്തിൽ വ്യതിയാനം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്? ബർത്തിമായിയെ പോലെ യഥാർത്ഥ കാഴ്ച നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? യഥാർത്ഥ കാഴ്ച നമ്മൾ ഉള്ളവരാണ്. ബർത്തിമായിക്ക് ബാഹ്യമായിട്ടുള്ള കാഴ്ച ഇല്ലായിരുന്നെങ്കിലും ആന്തരിക കാഴ്ച ഉള്ള ഒരു വ്യക്തിയായിരുന്നു ബർത്തിമായി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? യഥാർത്ഥ കാഴ്ചയുള്ളവരായി നമ്മൾ തീരണം. നമ്മൾക്ക് ജന്മനാ നമ്മൾ കാഴ്ചയുള്ളവരാണ്, ഇല്ലയോ? എന്തിനായി കാഴ്ച ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? നമ്മൾ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ, ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് അടിച്ചു നോക്കിയാൽ ഈ ലോകത്തിലെ എത്ര പേര് കാഴ്ചയില്ലാത്തവർ നമ്മൾ അത് അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അതിനകത്തൊരു നമ്പർ തരും. കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തിൽ കാഴ്ചയില്ലാത്തവരുണ്ട്. എന്നാൽ ജന്മനാ ദൈവം നമുക്ക് എന്ത് തന്നു? നമുക്ക് കാഴ്ച തന്നു. എന്തിനാ ദൈവം നമുക്ക് കാഴ്ച തന്നത്? കാഴ്ചയില്ലാത്ത അനേകരെ എന്ന് പറഞ്ഞാൽ ആത്മീയ തിമിരം ബാധിച്ച, അന്ധത ബാധിച്ച അനേകരെ കാഴ്ചയുള്ളവരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് കാഴ്ച തന്നത്. അത് സാധ്യമാക്കി തീർന്നത് അവരെയൊക്കെ എവിടേക്ക് കൊണ്ടുവരുമ്പോഴാണ്? കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ്. ഇന്ന് നമ്മുടെ ഇടങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും തള്ളപ്പെട്ടവരുണ്ട്, ഒറ്റപ്പെട്ടവരുണ്ട്, കോർണർ ചെയ്തവരുണ്ട്, സഹിതം ലഭിക്കാത്തവരുണ്ട്, നമ്മൾ കൊടുക്കാത്തവരുണ്ട്. ഇങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെടുന്ന ഒരുപാട് പേരെയുണ്ട്. അവരെയൊക്കെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ കർത്താവിലേക്ക് കൊണ്ടുവന്നു അവരെ യഥാർത്ഥ കാഴ്ചയുള്ളവരാക്കി തീർത്ത്, ഫലകരമായിട്ടുള്ള ജീവിതത്തിന് ഉടമകളാക്കി തീർത്ത്, അർത്ഥവത്തായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉടമകളാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ കാഴ്ചയുള്ളവരായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ആ ഒരു വലിയ അനുഭവത്തിലേക്ക് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. ഈ നോമ്പിൻ്റെ പ്രാർത്ഥനയും ആരാധനയും ധ്യാനവും ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ, കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയാനുഗ്രഹങ്ങൾ ആശീർവാദവും നമ്മളോട് നമുക്ക് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വിശേഷിയാകണേ. ഞാൻ പറഞ്ഞ പ്രാർത്ഥനയോഗത്തോടുകൂടെ ദൈവം അനുഗ്രഹിക്കുക, ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ.